പ്രമുഖ പണ്ഡിതനും മജ്ലിസ് സ്ഥാപകനുമായിരുന്ന PM അബൂബക്കർ മുസ്ലിയാരുടെ 16ാമത് ഉറൂസ് പരിപാടികൾക്ക് കായംകുളം കൊറ്റുകുളങ്ങര മജ്ലിസ് ക്യാമ്പസിൽ തുടക്കമായി. മജ്ലിസ് പ്രസിഡന്റ് AM ബഷീർ മുസ്ലിയാർ പതാക ഉയർത്തി. ലഹരിവിരുദ്ധ സംഗമം കായംകുളം DYSP N ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതനും മജ്ലിസ് സ്ഥാപകനുമായിരുന്ന PM അബൂബക്കർ മുസ്ലിയാരുടെ 16ാമത് ഉറൂസ് പരിപാടികൾക്ക് കായംകുളം കൊറ്റുകുളങ്ങര മജ്ലിസ് ക്യാമ്പസിൽ തുടക്കമായി. മജ്ലിസ് പ്രസിഡന്റ് AM ബഷീർ മുസ്ലിയാർ പതാക ഉയർത്തി. തഹ്ലീൽ ഹൽക്ക, ബുർദ് മജ്ലിസ്, ഖത്മുൽ ഖുർആൻ എന്നിവയ്ക്ക് സയ്യിദുമാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകി. വൈകിട്ട് 4-ന് മജ്ലിസ് സ്കൂൾ പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ ബുഖാരിയുടെ അധ്യക്ഷതയിൽ നടന്ന ലഹരിവിരുദ്ധ സംഗമം കായംകുളം DYSP N ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ ലഹരിക്ക് അടിമകളായ അവൻ്റെ ബ്രെയിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം തന്നെ ഈ ചെവികൾ തുറക്കണം, കണ്ണുകൾ സൂക്ഷിച്ചു നോക്കണം, ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ പോകുന്ന ഭാഗങ്ങളിലെല്ലാം ശ്രദ്ധിച്ചേ പറ്റൂ. വാഹനാപകടങ്ങൾ എത്രയെണ്ണമാണ് അല്ലേ? ലഹരിക്ക് അടിമപ്പെട്ടു പോയി വാഹനാപകടം ഒന്നുമില്ലാത്ത നല്ലപോലെ പോകുന്നവരെ വരെ ഇടിച്ചു കൊല്ലുകയാണ്. എത്ര മാതാപിതാക്കളെ കൊല്ലുന്നു, സഹോദരങ്ങളുമായിട്ട് വെല്ലുവിളി നടക്കുന്നു, കുടുംബത്തിൽ അച്ചടക്കമില്ലായ്മ, സമൂഹത്തിൽ അച്ചടക്കമില്ലായ്മ. ഇതെൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ നിയന്ത്രിക്കാൻ വേറെ ഒരു ശക്തി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുടുംബത്ത്, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ദൈവഭയത്തോടു കൂടി വളർന്ന്, പഴയതുപോലെ ദൈവഭയത്തോടു കൂടി വളർന്ന് നമുക്കൊരു പഴയൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് ഒന്ന് അല്പം തിരിഞ്ഞു നോക്കണം. ശാസ്ത്രീയമായ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, പക്ഷേ പഴയ ഒരു സ്നേഹവും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോയതാണ് ഇല്ലേ? തൊട്ടടുത്ത വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്ന് പകർന്നു തരുമായിരുന്നു. അപ്പുറത്തൊരു കറി വെച്ചാൽ അതിൻ്റെ പകുതി നമുക്ക് കൊണ്ട് തരുമായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അപ്പുറത്തോട്ട് കൊടുക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്ന പഞ്ചസാരയിലേക്ക് ഓടിപ്പോയി അപ്പുറത്ത് പോയി മേടിക്കുമായിരുന്നു. ഇന്ന് നമ്മളെല്ലാം മതിൽ കെട്ടി ചുറ്റുവേലിയിട്ട് പട്ടിയെ വളർത്തി ഗേറ്റും കൂട്ടി വെച്ചിരിക്കുക. ഒരാളും പോകില്ല. തൊട്ടപ്പുറത്ത് ആരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയില്ല ഇല്ലേ? വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മണം പുറത്തു പോകാതിരിക്കാൻ പുതിയ സ്ഥലത്തുള്ള സ്റ്റൗകൾ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ സ്മെല്ല് പോലും പുറത്തു പോകത്തില്ല, കുടൽ വെച്ചിരിക്കുക ഇല്ലേ? അപ്പം അതല്ല, കാലം പഴയതാണ് നമുക്ക് നല്ലത്. അന്ന് പട്ടിണിയും പരിഭവവും ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷെ സ്നേഹമെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഇല്ലേ? ഇപ്പോഴും അറബി നാടുകളിൽ അങ്ങനെയാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് വലിയൊരു പാത്രത്തിലാണ്. ഇന്ന് അത്താഴം കഴിക്കുന്നിടത്ത് പിള്ളേരല്ലല്ലോ. അത്താഴം വിളമ്പുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന്, കുഞ്ഞുങ്ങൾക്ക് അത്താഴം പല സമയത്താണ്. പണ്ട് അമ്മമാർ പാത്രങ്ങൾ 5 ഉണ്ടെങ്കിൽ 5 നിരത്തി വെച്ച ഭക്ഷണം അത്താഴം വിളമ്പുന്നത്. 5 പേർക്ക് ഒരുപോലെ വിളമ്പും. ഓരോരുത്തർക്കും പാത്രങ്ങളൊക്കെ അവർക്കറിയാം. അറബി നാടുകളിലൊക്കെ അതുകൊണ്ടാണ് അവരുടെ ഐക്യം നിൽക്കുന്നത്. എന്തുകൊണ്ട്? അവർ വലിയൊരു പാത്രത്തിലാണ് ഭക്ഷണം എടുത്തിട്ട് എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത്. അച്ഛനോടും അമ്മയ്ക്കൊന്നും ദേഷ്യമില്ല. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ ക്ലാസ് നയിച്ചു. നഗരസഭാ കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ, അബ്ദുൾ മജീദ്, റഷീദ് തിരുവിനാൽ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് 7 മണിക്ക് AM ബഷീർ ഫൈസിയുടെ അധ്യക്ഷതയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. അബ്ദുൽ കബീർ അൻവാരി ഉദ്ഘാടനം നിർവഹിച്ചു. നൈസാം സക്കാഫി, HA അഹമ്മദ് സക്കാഫി അനുസ്മരണവും ഇബ്രാഹിം സക്കാഫി താത്തൂർ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.